മറ്റേ കുറുക്കൻ മുന്തിരി വള്ളി തേടാൻ പോയപ്പോൾ മുന്തിരി കഴിക്കുമോ കുറുക്കൻ? ഇല്ല. അപ്പോൾ അവർക്ക് എന്തായാലും ധൈര്യം ഉണ്ടാവില്ല, അറിവുണ്ടാവില്ല അത് കഴിക്കണോ വേണ്ടതെന്ന്. അപ്പോൾ ധൈര്യമില്ലാത്തവർ തന്നെയാണ്, അതുകൊണ്ടാണ് അറിവില്ലാത്തവരെ ശോഷിച്ച വാക്ക് പറഞ്ഞ് തന്തയുടെ തലയുടെ റിട്ടാർഡ് ടീച്ചർ അനുകരിച്ച് അതുപോലെ തന്നെ പറഞ്ഞുകൊണ്ട് ശോഷിച്ച വാക്ക് പറഞ്ഞിരിക്കണം. സ്വയം അധിക്ഷേപിച്ച് സ്വന്തം ലോവർ ക്വാളിറ്റി കാണിച്ച്, അതാണ് നിങ്ങളുടെ ക്വാളിറ്റി. അതുപോലെയാണ് 16, 17, 18 വയസ്സിൽ അവിടെ പൂങ്കുളൂർ പോയപ്പോൾ വൃത്തികെട്ട സ്ഥലമാണെന്ന് അറിയാം. അപ്പോൾ അവരുടെ തന്നെ ശോഷിച്ചാവസ്ഥ കാണിക്കണം. കുരുട്ട് ബുദ്ധി, കുശുമ്പ്, അവരുടെ മിസ്റ്റേക്ക്, അവരുടെ തെറ്റ്, അവരുടെ തന്തയുടെ തല റിട്ടാർഡ് ടീച്ചർ അതുപോലെ അനുകരിക്കാതെ മാറി ഇതാവേണ്ടതാണ്. അങ്ങനെയുള്ളവർ അവരുടെ തെറ്റ് എന്ത് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എഡ്യൂക്കേഷൻ കൂടിയതുകൊണ്ടോ? എന്തിട്ട് എഡ്യൂക്കേഷൻ? അതിനെക്കുറിച്ച് നിങ്ങളുടെ സ്വന്തം തെറ്റ്, നിങ്ങളുടെ തന്നെ പോരായ്മകൾ, എന്നിട്ട് എല്ലാ എഡ്യൂക്കേഷൻ്റെ വിവരമില്ലാണ്ട് നടക്കണതിന്. മാത്സിൻ്റെ കാര്യം നിങ്ങളൊക്കെ പറഞ്ഞു, ഇംഗ്ലീഷിൻ്റെ കാര്യം. മലയാളം മീഡിയത്തിൽ പഠിച്ച ഇംഗ്ലീഷ് മീഡിയം നല്ല 82 മാത്സിൽ മാർക്ക് കിട്ടുമ്പോൾ എനിക്ക് മാത്സില്ല എല്ലാം പറഞ്ഞു. 52 മാർക്ക് കിട്ടണം, 60 ഉള്ളിൽ കിട്ടണം പറഞ്ഞാൽ പോർച്ചുഗീസ് കൊങ്കണി രീതിയിൽ വരണമെന്ന് പറഞ്ഞു. ഹിന്ദിയിൽ നിന്ന് മലയാളത്തേക്ക് ആക്കാനുള്ള കാര്യമില്ല എല്ലാം പറഞ്ഞു. അപ്പോൾ അതിന് 1,000 കുട്ടി, അന്ന് തൊട്ട് 1,000 കുട്ടി വാങ്ങുന്നത് ഞങ്ങൾ അങ്ങനെ 1,000 കുട്ടി വാങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ തന്നെ ശോഷിച്ച അവസ്ഥ കാണിക്കണം. സമയത്തിനെല്ലാം നടക്കും. നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടെന്ന് തന്നെ അറിയിക്കറില്ല. ഹോൾഡ് ഇല്ലല്ലോ. എനിക്കറിയാം നിങ്ങളുടെ ശോഷിച്ച അവസ്ഥ കാണിക്കണം. ഞാൻ വല്ലതും പറയണ്ട. നിങ്ങളുടെ പോലെ ഉമ്മന്മാരും സൈക്കോകളും ഹിന്ദികളും എല്ലാം ഈ ജീവനില്ലാത്ത ആരാശി പറഞ്ഞ് നടക്കണവരാ. അവരിത് പറയുമോ? മായ, കുമ്മുട്ടിയ, മുസ്ലിംസാ, അങ്ങനെ ഏതെങ്കിലും ഷൂറുഖാനെല്ലാം ഈ വിഡ്ഢി ക്യാമറ 120 വർഷം മുമ്പ് ഉണ്ടാക്കിയ വിഡ്ഢി ക്യാമറയുടെ മുന്നിൽ ഈ വിഡ്ഢിത്തത്തിന് ജീവനില്ലാത്ത വിഗ്രഹങ്ങൾക്കും മണ്ടൻ ഡയലോഗ് അടിച്ച് തോൽക്കാരുമ്പെട്ടവരാണ്. തോറ്റവർ പോലെ വിഡ്ഢിത്തത്തിന് മുന്നിൽ, വിഡ്ഢി ക്യാമറ മുന്നിൽ പ്രൂഫാക്കി വെക്കുക. അത് ജീവനുള്ള ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയെന്ന് പറയും. വിഡ്ഢിത്തത്തിന് മുന്നിൽ ജീവനില്ലാത്ത സൃഷ്ടികളൊന്നും ആരാധിക്കേണ്ട ആവശ്യമില്ല. മൃഗങ്ങളെ കൂറി തൊട്ട് അത് ജീവനുള്ള ദൈവം ഹ്യൂമൻ അല്ല. അത് ക്യാമറയുടെ മുന്നിൽ പ്രൂഫ് എല്ലാം വെള്ളത്തിൽ ഒഴുക്കാൻ മനുഷ്യന്മാർ ഇപ്പോൾ സൃഷ്ടിച്ചാൽ അതൊക്കെ എല്ലാ ഇലകൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള ചെറുത്തമ്മടികളുടെ കാര്യമല്ല പറഞ്ഞാൽ എല്ലാം ചിന്തിക്കാനുള്ള രീതിയും വ്യത്യാസം സ്പെഷ്യൽ വരുമ്പോൾ മൃഗങ്ങൾക്ക് സമയത്ത് റിയാക്ട് ചെയ്യാൻ അവരുടെ മഴ പൊഴിയുന്നതല്ല പുനരെഴുതിയിരിക്കണമല്ല മാജിക് തന്നെയാണ്. അത് ക്യാമറയുടെ മുന്നിൽ പ്രൂഫാക്കി സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. 300 മില്യൺ വർഷം മുമ്പ് ഉണ്ടായാലും ഈ 120 വർഷം മുമ്പ് വേണ്ടി ക്യാമറയുടെ മുന്നിൽ നിങ്ങളെ ഗോഷ്ഠികൾ കാണിക്കുമ്പോൾ അവരത് പറയുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഞാൻ പറയും, ഈ പാതിരികളുടെ ഒരു ആവശ്യമില്ല. കിണ്ടി കൊണ്ട് വെള്ളം തലകൊണ്ടൊഴിച്ച് മുങ്ങി നിവരേണ്ടത് പൂർണ്ണ അറിവോടെ സമയത്തുമ്പോൾ മുങ്ങി നിവരാൻ വേണം. 20-30 വയസ്സ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഇംഗ്ലീഷുകൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിഡ്ഢിത്തത്തിന് കൈ അടിക്കണം. അവർ അമിതാഭ് ബച്ചനൊക്കെ ഒരു ബുദ്ധി ഇല്ലാത്ത വിഡ്ഢികളൊപ്പം ഞങ്ങൾ ഇരിക്കുമ്പോൾ മനസ്സിലാക്കാം. എന്തെങ്കിലും വിഡ്ഢിത്തത്തിനെ കുറിച്ച് പറയുമ്പോൾ മാറ്റാൻ നോക്കുക. മാറ്റാണ്ട് അതേപടി തന്തയുടെ തള്ളയുടെ റിട്ടാർഡ് നേച്ചർ സ്പൂൺ ഫീഡിങ് പോലെ ഞങ്ങൾ പറയിപ്പിച്ച് പറയണം. അതുപോലെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ ശവപ്പെട്ടിയിൽ എടുക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തൊരു മേന്മ ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഞാനൊരു തന്തയുടെ തള്ള റിട്ടാർഡ് നേച്ചർ അനുകരിച്ചിട്ടുള്ളത്. അങ്ങനത്തെ വാക്കുകൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ലവ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും വാഴടിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിലും ഞാനതിനനുസരിച്ച് കള്ള് കുടിച്ച് ഡഗ് അടിച്ച് കുടിച്ച് ബീഡി വലിച്ച് ഗുഡ്കയും മൂക്കുപൊടി വലിച്ച് നടക്കണില്ല. അപ്പോൾ 30 വർഷം നടന്ന ഇലക്ക് കിട്ട് നടക്കണവർ ഈ വിലയില്ലാത്ത തോൽക്കാരും പെട്ട് പറയണ ശോഷിച്ച വാക്കുകൾ പറയണ അതാണോ ഞങ്ങളുടെ ക്വാളിറ്റി? അല്ല. അപ്പോൾ അത് കൂട്ടബലാത്സംഗവും ഫാമിലി കൊലപാതകവും കത്തിക്കുത്തും അടിപിടിയും എല്ലാം ചെയ്യണം. അതേപോലെ അയ്യെന്ന് ഇവർ തന്നെ പറയുമ്പോൾ അതിന് മുന്നിൽ ഈ വെടിക്കാമയുടെ മുന്നിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ റിപ്പീറ്റഡ് വിലയോടെ ചെയ്ത സാക്രിഫൈസ് വിലയില്ലാണ്ട് റിപ്പീറ്റ് ചെയ്ത് പാതിരികളോട് സേപ്പിച്ച് വെഡ്ഡി പാതിരികളോട് സേപ്പിച്ച് നിങ്ങളത് ഇല്ലാണ്ടാക്കി അതിൻ്റെ വില. അപ്പോൾ യേശുയുടെ കാലം കഴിഞ്ഞെന്ന് പറയണേ. അന്ന് കളഞ്ഞ പല വരുന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉണർന്നിരുന്നാളോ. അപ്പോൾ വരുന്നല്ല, നിങ്ങൾ ഇഗ്നോറൻസിൽ ഉറങ്ങി കിടക്കുമ്പോൾ
അപ്പോൾ അന്നത്തെ വന്ന് സ്പ്രെഡ് ചെയ്തെല്ലാം 2 കിലോമീറ്റർ കുശ്മയിൽ 30 വയസ്സിൽ ബാപ്റ്റിസ്റ്റ് യേശു എന്ന് പേരിടും, ഇമ്മാനുവൽ എന്ന് പേരിടുമെന്ന് പറഞ്ഞ യേശുവെ പറഞ്ഞത്. അപ്പോൾ അതല്ല, അപ്പോൾ വ്യത്യാസം എല്ലാ രീതിയിലും പേരുകൾ വ്യത്യാസം അനുസരിച്ച് വരണം. ഈ ഹൗസ് ഗ്രേസ് ആണെങ്കിൽ ഇപ്പോൾ വരണത് നേരത്തെ തന്നെ വരുന്ന എല്ലാ രീതിയിൽ പറയണം. എല്ലാം കേട്ടിട്ട് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ഭാവിച്ചിട്ട് നടക്കാൻ ചെകുത്താൻ വണ്ടികളുടെ ശോഷിച്ചാവസ്ഥയാണ്. അങ്ങനെയുള്ള സ്ത്രീകളെയും എല്ലാവരെയും മാലയിട്ട് അവർ തന്നെ ചെകുത്താൻ വണ്ടികൾ തിരഞ്ഞെടുക്കുന്ന വിഡിത്താണ്. അത് പോപ്പുകളൊക്കെ നേരത്തെ ചാവുന്നത്, നേരത്തെ അല്ല സമയത്തിന്. അതുകൊണ്ടാണ് ഈ വിഡ്ഢികൾ ഈ തീട്ടോണാണ് ഉണ്ടാക്കിയെന്നറിയാം. ഈ പ്രതിമകളെയും ജീവനില്ലാത്ത മരിച്ചവരെയും ആരാധിക്കുമ്പോൾ അവർക്ക് വല്ല ചന്ദനത്തിരി വെച്ച എന്തെങ്കിലും മണക്കാൻ സാധിക്കും. ജൽപ്പനകളും ജപമാലയൊക്കെ യഹോവയ്ക്ക് ജീവനുള്ള ദൈവത്തിന് അരോചകമാണ്. ദേഷ്യം വരണ കാര്യമല്ല പറഞ്ഞത്. അപ്പം നിങ്ങൾ റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതല്ല. വിഡ്ഢികൾക്ക് എന്തെങ്കിലും റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആണോ ഇല്ല പെണ്ണോ ഇല്ല തത്രപ്പെട്ട് കല്യാണം കഴിക്കാനും മക്കളുണ്ടാക്കാനും ജോലി ഒന്നും ഇല്ലാണ്ടാവുന്ന രീതി കാണിക്കണത്. ഇഷ്ടമുള്ള സ്ഥലത്ത് നഴ്സിംഗ് പഠിക്കാൻ വിടുമ്പോൾ അത് നിങ്ങൾ തന്നെ അറിയിപ്പിച്ചായിരുന്നോ നിങ്ങൾ വെടുത്താം, നിങ്ങളുടെ ശോഷിച്ച അവസ്ഥ. മക്കളുടെ റിജു ശുചിക്കാൻ ചെയ്യേണ്ട ആ വെറുതെ ഇരിക്കണ ബിരുദം നേടി വെറുതെ ഇരിക്കണ രീതിയില്ലേ ചെയ്യേണ്ട രീതി ചെയ്തു, പുള്ളി കഴിച്ചിരിക്കണല്ലേ. അപ്പോൾ തത്തപ്പെട്ട് ജോലി ചെയ്യുന്നത് കല്യാണം ചെയ്യുന്നത് മക്കളുണ്ടാക്കുന്നത് ജീവനുള്ള ദൈവത്തെ സമയത്ത് നടക്കും. അത് ഈ പാപികളുടെ പണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ റിസ്റ്റാച്ച് കിട്ടാത്ത രീതി ഇപ്പം എന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്യേണ്ട സമയത്ത് ചെയ്ത് പബ്ലിഷ് ചെയ്ത് മുതലെടുക്കാൻ നോക്ക്. സെക്കൻഡ് ടൈം പോവുകയാണെങ്കിലും ഏത് സമയത്ത് പോവുകയാണെങ്കിലും. അപ്പം എൻ്റെ മുഖത്തേക്ക് അല്ലാണെന്ന് പറഞ്ഞോ മറ്റു വാക്കുകൾ പറഞ്ഞാൽ ആരെ സമാധാനിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടുള്ളത്. സ്വന്തം കാര്യം നോക്കി നടക്കാൻ അറിയാമെന്ന് പറയാം. അപ്പോൾ സ്വന്തം കാര്യം നോക്കിയാണ് ആര് മനസ്സിലാക്കിയിട്ടാണെങ്കിലും. അപ്പോൾ നിങ്ങൾ ഈ ജൽപ്പനകൾ അതുപോലെ മുങ്ങി നിവരേണ്ടത് മുങ്ങി നിവരാൻ വേണം. അപ്പോൾ അതൊന്നും ചെയ്യാണ്ട് ജീവനില്ലാതെ വിഗ്രഹങ്ങളെ ആരാധിച്ച് മരിച്ചവരെ ആരാധിച്ച് ഞങ്ങളത് വിലയില്ലാണ്ടാക്കി. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അവരാരും ഇതുപോലെ പറയുമോ? ഇല്ല. അതുപോലെ തന്നെ എല്ലാ കാര്യം ധൈര്യമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇത് ശോഷിച്ച വാക്ക് പറഞ്ഞ് ശവപ്പെട്ടിയിലായി കിടന്ന ചെകുത്താൻ വെട്ടികളുടെ പോലെ മുഖം ചുളിഞ്ഞ് ശവപ്പെട്ടിയിൽ കിടക്കുമ്പോൾ എന്തെങ്കിലും മാന്മുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഈ കൂട്ടത്തോടെ ഇരിക്കുമ്പോൾ തന്നെ അറിയാം എന്തെങ്കിലും പറയാനുള്ള പറഞ്ഞിട്ട് പോകാൻ അറിയില്ല അവർക്ക്, ഓടി പോകില്ല തന്നെ. അപ്പോൾ അന്ന് തൊട്ട് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അവർ ഓടി, അപ്പോൾ അവരുടെ വ്യത്യാസം മനസ്സിലാക്കുക. അവരങ്ങനെയല്ല ചെയ്യണം, തിരിഞ്ഞ് ഓടി പോവുക ചെയ്യണം. സമയത്തിന് ചാവുന്നതും അതൊക്കെ നടക്കണം. അതുപോലെ ഛത്തീസ്ഗഡ് ഞാൻ 3rd ടൈം പോയി എന്ന് പറയും കുങ്കളൂർ. പിന്നെ 4th ടൈം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് ഇൻ്റർവ്യൂ രാമകൃഷ്ണ ഹോസ്പിറ്റൽ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് 2nd ടൈം പോകുന്നത്, 3rd ടൈം അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ 2-4 മാർച്ചിൽ പോയിട്ട് 3-4 എന്നെ കാണിക്കണം ഛത്തീസ്ഗഡ്. അപ്പോൾ 3-4, 2-4, 6-3-5, 6-7 അതന്നെ കാണിക്കണം. 4-5 4-4-8-5 + 8 അതിൻ്റെ 13 എന്നുള്ള പോലെ 35 വയസ്സിലാണ് പോകുന്നത്. 3-5, 6, 7, 8 58.82 കിട്ടിയ മാർക്ക് കിട്ടിയ പോലെ തന്നെ രാജസ്ഥാനിൽ വീണ്ടും ഛത്തീസ്ഗഡ് പോയിട്ട് പോകേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയാണ് 14th ജനുവരി ബാപ്റ്റിസം ചെയ്ത് ശരിയായില്ല. അത് ഡയബറ്റീസ് എന്ന രീതിയിൽ 12 എന്ന രീതിയിൽ എൻ്റെ 2888 1988 കൂട്ടുമ്പോൾ 26 കിട്ടുന്ന പോലെ 2 + 6 7 8 88 പ്രാധാന്യം 26 12 പ്രാധാന്യം 00 സമയം ഡയബറ്റീസ് ഉണ്ടായ എന്ന് പറയുമ്പോൾ 2 ബെറ്റ്സി എല്ലാ ശ്രീദേവിനും പറയുമ്പോൾ കിട്ടുന്ന എല്ലാ രീതിയിലും കിട്ടണം. 30 60 കഴിഞ്ഞിട്ട് ഇവരുടെ ബാപ്റ്റിസം നടക്കും. മുതിർന്നവരുടെ ഡൂഡോ മമ്മയുടെ പാരൻസിൻ്റെ. അതുപോലെ തന്നെ 30 വയസ്സിൽ എൻ്റെ ബാപ്റ്റിസം നടക്കുന്ന ചെയ്യണമെന്ന് പറയുന്നതാണ്. ആർത്രൈറ്റിസ് ഉള്ളതും 6-3 മാർച്ച് കൂണിയൊക്കെ മരിക്കണ രീതിയിൽ കിട്ടുന്നതും ബർത്ത്ഡേക്ക് അവരുടെ സിറിയലിൽ തുമ്പൂർന്നൊക്കെ മിമ്മിയുടെ ഭർത്താവൻ മരിക്കുന്നത് ഛത്തീസ്ഗഡ് എത്തിയിട്ട് ആ രീതിയിൽ നടക്കണം. അതുപോലെ 10th ക്ലാസ് 58.8 കിട്ടുന്നതും 13 + 8 21 എന്ന പോലെ 59% ആവാം ടോട്ടൽ. അപ്പോൾ 5 + 9 10, 11, 12, 13 5 + 9 10, 11, 12, 13, 14 14 1 ചെയ്തല്ല, 21 എന്ന രീതിയിൽ ശരിയാണ്ടി വരും എന്നുള്ളത്. റോമിയോനെ പിന്നെ കാണും. December 21 ബ്ലോക്ക് ആക്കും.
ജൂൺ 21 ബസ്സിൽ കാണും, ആ രീതിയൊക്കെ കാണും, പറയുന്നത് അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ചെയ്യലല്ല വീട്ടിലെ. അപ്പോൾ നിങ്ങൾ റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതല്ല, നിങ്ങൾ മരുന്ന് കൂട്ടി വാങ്ങി കിടക്കണുള്ളൂ. ഇനി മരുന്ന് കൂട്ടി വാങ്ങിയിട്ട് ഇത്ര കണ്ടിട്ട് മനസ്സിലാക്കേണ്ട അതേപടി തുടർന്നതിൽ നിങ്ങൾ തന്തയുടെ തള്ളയുടെ റിട്ടാർഡ് ടീച്ചർ അതേപടി അനുകരിക്കാൻ ഞങ്ങൾ നാണാവില്ലേ? സ്പൂൺ ഫീഡിങ് പോലെ ഞങ്ങൾ തന്തയുടെ തള്ളയുടെയും റിട്ടാർഡ് ടീച്ചർ കണ്ടിട്ട് അത് മാറി അത് മനസ്സിലാക്കി അത് കുറച്ച് പറഞ്ഞ് സ്ട്രോങ് ആയി ഞങ്ങൾക്കറിയില്ല, ഞാൻ അനുകരിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ അതുപോലെ എല്ലാ കാര്യത്തിലും മൂത്തവരും അന്യം തമ്മിൽ വ്യത്യാസമുണ്ട്. മാർച്ച് 14 ജനിച്ചപ്പോഴും ഹോമോദിസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം അത് ചെയ്യാൻ പാടില്ല. കിണ്ടിയിൽ നിന്ന് വെള്ളം ഒഴിക്കണം പോലെ മുങ്ങി നീ വരേണ്ട രീതി ആ 2-3 തന്നെ കളിക്കാം. മാർച്ച് 3 മാസം 2 എന്ന 14 സമയം സെക്കൻഡ് സ്റ്റാൻഡ് തേർഡ് സ്റ്റാൻഡ് സെക്കൻഡ് സ്റ്റാൻഡിലാക്കി, വീണ്ടും തേർഡ് സ്റ്റാൻഡിലാക്കി. 95 96 എന്ന പോലെ ആ രീതിയെ കാണിക്കണേ. 65 വയസ്സിലൊക്കെ എന്താ പറയുക പടാമയുടെ കൂടെയാണ് 65 ജനിച്ചത് പറഞ്ഞു. അതുപോലെ തന്നെയാണ് 1999 എനിക്ക് 5ാം ക്ലാസ്സിലെ ഗീതാഞ്ജലി. ആ 99 എന്നുള്ളത് 80 എന്നുള്ള വരുന്നതും ആ 80 എന്നുള്ള 6ഉം 9ഉം സമയം കാണിക്കുന്നതും 8 എന്നുള്ളത് വരുന്നതും 6 9 + 15 ആ 15 + 8 അതിൻ്റെ ഒരു 8 കൂട്ടുമ്പോൾ 23 എന്ന് പഠിക്കുന്നതും ആ സെക്കൻഡ് തേർഡ് സ്റ്റാൻഡിൽ ചേർത്തിട്ട് വീണ്ടും തേർഡ് സ്റ്റാൻഡിൽ ചേർത്തുന്നത് 96 തന്നെ കിട്ടണം അവർക്ക്. അതുപോലെ തന്നെ ഈ എന്താ പറയുക 18 എന്നുള്ള സമയം 1 × 8 അത് 6ഉം 9ഉം 1 × 6 സമയം വരുമ്പോൾ 6 + 9 വയസ്സിൽ മൂത്തരനിക്ക് വെച്ചാണ്ട് മരിക്കുന്നതും 2000 മരിക്കുന്നതും ആ രീതിയിൽ 6 + 9 18 എന്ന് വരുന്നതും 6 + 9 15 എന്ന് വരുന്നതും അത് +8 15 8 7 11 12 13 അതല്ല ഇവിടെ 31 വരുന്നുണ്ട്. ആ രീതിയിൽ കാണിക്കണം. 51 വയസ്സിൽ ഈ ഫേക്ക് ബർത്ത്ഡേ ഉള്ള സെലിബ്രിറ്റീസ് ചെയ്യുമ്പോൾ അതിൽ നടുക്കിൽ ഡാഷ് വരുന്നുണ്ട്. അത് പറയണേ 31 വയസ്സിൽ 35 6 8 8 2 1 1 2 എന്നുള്ള രീതിയിൽ 82 രീതിയിൽ ഡേറ്റ് മറിച്ച് എഴുതാം. 28 അടുപ്പിച്ചെടുക്കണം. കുടാമയുടെ ബർത്ത്ഡേ മറിച്ച് എഴുതാൻ പറ്റില്ല. ഡേറ്റ് മറിച്ച് അമേരിക്കൻ വേയിൽ എഴുതുമ്പോൾ ചേർന്ന് കൂട്ടി വാങ്ങണം. 8 മാർച്ചിന് കുമാമ മരിക്കുന്ന രീതിയെല്ലാം പറഞ്ഞു. അപ്പോൾ 2000 കഴിഞ്ഞിട്ട് 8 മാഞ്ഞ് പോകുമ്പോൾ പെർഫെക്ഷൻ മാഞ്ഞ് പോകുമ്പോൾ അപ്പോൾ ആ 51 + 31 കിട്ടണേ. അപ്പോൾ 6 7 8 1 this 1 2. അതുപോലെ ഏതെങ്കിലും പെണ്ണും സൈക്കിൾ നിങ്ങളുടെ ഉമ്മമാർ ആരെങ്കിലും ഇതിനെ കുറിച്ച് പറയൂ. ജിബി പറയൂ, ഒരു എക്സാമ്പിൾ നിമ്മി പറയൂ. റോമൻ കാത്തലിക്സ് കിടക്കുന്നുണ്ട്, സോഷ്യൽ വാക്കുകൾ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സോഷ്യൽ വാക്കുകൾ നിങ്ങളുടെ വായന്ന് വരുന്നത് അതന്നെ അതൊക്കെ പറഞ്ഞു. നമ്മൾ 2000 8 മാഞ്ഞ് പോകുന്നത് എന്താ 24 എന്നുള്ളത് കാണാനില്ല. 22 + 4 5 6 24 8 തന്നെ വരണം. 18 × 3 24 നാനിയുടെ ബർത്ത്ഡേ അമ്മ മരിച്ച ഡേറ്റ് 2000 83 00 എന്നുള്ള 1 + 2 3 18 × 3 24 18 × 3 24 18 × 3 24 3 വരുമ്പോൾ 2000 വരുമ്പോൾ 8 + 3 11 11 11 വരും. ജിബി നിമ്മി എൻ്റെ പൈസ സമയത്ത് നടക്കുന്നത് 12 വയസ്സിലേക്കാവുന്നത്. അപ്പോൾ 2 × 4 8 2 × 4 8 8 8 വീണ്ടും അവിടെ പുനരുദ്ധീകരിക്കുകയാണ്. അപ്പോൾ അത് അത്ര പറഞ്ഞു.